എല്ലാ കാലത്തും UDFിൻ്റെ ഉറച്ച കോട്ടയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ തട്ടകമായ കോട്ടയം ജില്ല. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ UDFിനും കോൺഗ്രസിനും അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഏറ്റത്. തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ വെച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഇടതുമുന്നണിയിലേക്ക് ചുവടുമാറിയതാണ് ഇവിടെ UDFിനും കോൺഗ്രസിനും കനത്ത തിരിച്ചടിയുണ്ടാകുവാൻ കാരണം. ജില്ലയിലെ 9 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ 2021 5ഇടത്തും വിജയിച്ചു കയറിയത് ഇടതുമുന്നണിയുടെ പ്രതിനിധികളാണ്. UDFിൻ്റെ പ്രാതിനിധ്യം 4 സീറ്റുകളിലേക്ക് ഒതുങ്ങിയപ്പോൾ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിന് കേവലം 2 സീറ്റുകളിൽ മാത്രമാണ് വിജയം നേടുവാൻ കഴിഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കോട്ടയം സീറ്റുകളിലേക്കുമായി കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യം ചുരുങ്ങിയപ്പോൾ ജില്ലയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായി സീറ്റെണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഉയർന്നു വരികയും ചെയ്തു. പൂഞ്ഞാറിലും ചങ്ങനാശ്ശേരിയിലും കാഞ്ഞിരപ്പള്ളിയിലും നിന്ന് മാണി ഗ്രൂപ്പിൻ്റെ പ്രതിനിധികൾ വിജയിച്ചതോടുകൂടിയാണ് 3 MLAമാരുമായി ജില്ലയിലെ ഏറ്റവും വലിയ MLAമാരുള്ള കക്ഷിയായി മാറുവാൻ മാണി ഗ്രൂപ്പിന് സാധിച്ചത്. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ഈ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കണമെന്ന വാശിയിലാണ് കോൺഗ്രസും UDFും മുന്നേറുന്നത്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് ജില്ലയിലെ 9 സീറ്റുകളിൽ 6 മുതൽ 8 ഇടത്ത് വരെ UDF പ്രതിനിധികൾ വിജയിച്ചു കയറുവാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മന്ത്രി VN വാസവൻ ഉൾപ്പെടെ ഏറ്റുമാനൂർ സീറ്റിൽ പരാജയപ്പെടുമെന്നും വിലയിരുത്തലുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഈ ഘട്ടത്തിൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ വിജയം കോട്ടയം ജില്ലയിൽ അവർ നേടുവാൻ പോകുന്നത് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. 2021 കനത്ത പരാജയം ഏറ്റു എന്നതിനേക്കാൾ അപ്പുറം കോൺഗ്രസിന് വലിയ ക്ഷീണം സംഭവിച്ചത് ജില്ലയിലെ ഒരു സീറ്റിൽ അവർ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുവാനുണ്ടായ സാഹചര്യമാണ്. പൂഞ്ഞാറിലാണ് ഇത്തരമൊരു ദുര്യോഗം കോൺഗ്രസിന് 2021 ഉണ്ടായത്. അന്ന് അവിടെ നിന്ന് വിജയിച്ചു കയറിയത് മാണി ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലായിരുന്നെങ്കിൽ 2016-21 കാലഘട്ടത്തിലെ സ്വതന്ത്രനായി വിജയിച്ച MLA PC ജോർജാണ് അന്നിവിടെ 2ാം സ്ഥാനത്തെത്തിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ടോമി കല്ലാനി ഇവിടെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു. യഥാർത്ഥത്തിൽ PC ജോർജിൻ്റെ പരാജയം ഉറപ്പുവരുത്തുവാൻ വേണ്ടി മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് LDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ഏകീകരിക്കപ്പെട്ടതോടെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇവിടെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ വോട്ടെണ്ണുമ്പോൾ ഇവിടെ നിന്ന് വിജയിച്ചു കയറുക UDFിൻ്റെ പ്രതിനിധിയായിരിക്കുമെന്നുള്ള കൃത്യമായ സൂചനകളും വിലയിരുത്തലുകളും പ്രീപോൾ സർവേകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി പൂഞ്ഞാറിൽ നിന്ന് ഇത്തവണ മത്സരത്തിനിറങ്ങുന്നത് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ എന്ന നേതാവാണ്. സജി ജോസഫ് അല്ലെങ്കിൽ സജി മൂലേച്ചാലി എന്ന പേരിലാണ് പാലായിലും പൂഞ്ഞാറിലും ജനങ്ങൾക്കിടയിൽ ഇദ്ദേഹം സുപരിചിതനായിട്ടുള്ളത്. ഏതൊക്കെയാണെങ്കിലും UDFും കോൺഗ്രസും സ്വപ്നതുല്യമായ വിജയം പൂഞ്ഞാറിൽ സ്വപ്നം കാണുമ്പോൾ അത് യാഥാർത്ഥ്യമാകുമെന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും ഏറെക്കുറെ ഉറപ്പിക്കുമ്പോൾ ഈ വിജയത്തിൻ്റെ തിളക്കം കെടുത്തുവാനുള്ള ശോഭ കെടുത്തുവാനുള്ള നെറുകെട്ട രാഷ്ട്രീയ പ്രചാരണങ്ങളും ഇതിനോടകം തന്നെ സജീവമാകുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നോമിനിയാണ് സെബാസ്റ്റ്യൻ MJ അല്ലെങ്കിൽ സജി ജോസഫ് എന്ന പ്രാദേശിക കോൺഗ്രസ് നേതാവ്. എന്നാൽ ഇദ്ദേഹം ഒരു പേയ്മെൻറ്റ് സീറ്റിലൂടെ ഇത്തവണ മത്സരത്തിൽ സ്ഥാനാർത്ഥിത്വം നേടിയെടുത്തതാണെന്നുള്ള അപവാദ പ്രചാരണങ്ങൾക്കാണ് ഇപ്പോൾ CPMും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും അതുപോലെ തന്നെ PC ജോർജും BJPയും എല്ലാം മുൻഗണന നൽകുന്നത്. ഇതിനെല്ലാം അപ്പുറം VD സതീശൻ ജിഹാദികൾക്ക് കീഴടങ്ങിക്കൊണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിർദ്ദേശാനുസരണമാണ് സജി ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന അധിക്ഷേപവും ഇവർ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതിലെ വസ്തുത എന്താണെന്ന് ഓരോ മലയാളിയും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. കാരണം അത്രമാത്രം നെറുകെട്ട രാഷ്ട്രീയ പ്രചാരണങ്ങളാണ് ഇത്തരത്തിൽ പൂഞ്ഞാറിൽ സംഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മതേതര സ്വഭാവത്തെ, കോൺഗ്രസിൻ്റെ മതേതര മൂല്യങ്ങളെ താറടിച്ച് കാട്ടുവാൻ നടത്തുന്ന ഈ വൃത്തികെട്ട രാഷ്ട്രീയ പ്രചരണങ്ങളുടെ യാഥാർത്ഥ്യമാണ് ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്. യഥാർത്ഥത്തിൽ ആരാണ് സെബാസ്റ്റ്യൻ MJ അല്ലെങ്കിൽ സജി ജോസഫ്? കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സർവാധിപത്യം പാലായിലെ ക്യാമ്പസുകളിൽ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ KM മാണിയുടെ പ്രതാപകാലത്ത് പാലാ സെൻറ്റ് തോമസ് കോളേജിൻ്റെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇന്ന് ഇടതുമുന്നണിയുടെ പ്രതിനിധിയായി മന്ത്രിസഭയിൽ അംഗമായിട്ടുള്ള മാണി ഗ്രൂപ്പ് നേതാവ് റോഷി അഗസ്റ്റിനെ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെടുത്തിയ ഒരു KSU നേതാവാണ് സെബാസ്റ്റ്യൻ MJ അല്ലെങ്കിൽ സജി ജോസഫ്. അതിനുശേഷം തീരെ ചെറിയ പ്രായത്തിൽ അന്ന് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൻ്റെ ഭാഗവും ഇപ്പോൾ പാലാ നിയോജകമണ്ഡലത്തിൻ്റെ ഭാഗവുമായിട്ടുള്ള തലപ്പലം ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തെത്തുവാനും സജി ജോസഫിന് സാധിച്ചു. ദീർഘകാലം കോൺഗ്രസിൻ്റെ തലപ്പലം മണ്ഡലം പ്രസിഡൻ്റായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്.
പതിറ്റാണ്ടുകളായി തലപ്പലം സർവീസ് സഹകരണ ബാങ്കിൻ്റെ തലപ്പത്ത് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്നതും സജി ജോസഫാണ്. എന്നാൽ കോട്ടയം മധ്യ തിരുവിതാംകൂർ രാഷ്ട്രീയം പരിചിതമായിട്ടുള്ളവർക്കറിയാം, കെ എം മാണി എല്ലാ കാലത്തും ഇത്തരത്തിൽ വളർന്നു വരുന്ന, പ്രത്യേകിച്ച് പാലാ മേഖലയിൽ നിന്ന് വളർന്നു വരുന്ന കോൺഗ്രസ് നേതാക്കളെ ടാർഗറ്റ് ചെയ്യുകയും അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മുന്നണിക്കുള്ളിൽ സമ്മർദ്ദതന്ത്രങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രമായിരുന്നു. ഇതേ തന്ത്രത്തിൻ്റെ ബലിയാടായിക്കൊണ്ടാണ് സജി ജോസഫിന് രാഷ്ട്രീയ വളർച്ച നേടിയെടുക്കുവാൻ കഴിയാതെ പോയത്. എന്നാൽ ഇന്ന് കാലത്തിൻ്റെ കാവ്യനീതി എന്നതുപോലെ കെ എം മാണിയെ വേട്ടയാടിയ, കെ എം മാണിയെ കള്ളനും കൊള്ളക്കാരനും എന്ന് വിശേഷിപ്പിച്ച് തെരുവുകളിൽ പോലും അപമാനിച്ച ഇടതുമുന്നണിയുടെ വക്താക്കളായി മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് വേണ്ടി മാണി എന്നും നിലനിന്നിരുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി സെബാസ്റ്റ്യൻ ജോസഫ് അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ MJ എന്ന സജി ജോസഫ് UDF വേണ്ടി പൂഞ്ഞാറിൽ മത്സരിക്കുവാനിറങ്ങുന്നതും വിജയമുറപ്പിക്കുന്നതും. ഇവിടെ പേയ്മെൻറ്റ് സീറ്റ് എന്നതിനപ്പുറം വളരെ ഗൗരവതരമായിട്ടുള്ള മറ്റൊരാരോപണങ്ങളും രാഷ്ട്രീയ എതിരാളികൾ വ്യാജമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി, ജിഹാദി ഗ്രൂപ്പുകളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് VD സതീശൻ സജി ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന പ്രചരണമാണ് ഇത്. ഈ കഥകൾക്ക് കൂടുതൽ ആധികാരികത പകരുവാനും വിശ്വാസ്യത പകരുവാനും വളരെ ക്രെഡിബിളായിട്ടുള്ള മറ്റൊരു ബിസിനസ് ഗ്രൂപ്പിനെയും ഇത്തരം പ്രചാരകർ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നുണ്ട്. ആഗോള പ്രശസ്തി നേടിയ കേരളത്തിൽ നിന്നുള്ള ഒരു ഫുഡ് ബ്രാൻഡാണ് അജ്മി ഫുഡ് പ്രോഡക്ട്സ്. പ്രത്യേകിച്ച് അവരുടെ പുട്ടുപൊടി പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് ആഗോളതലത്തിൽ വലിയ സ്വീകാര്യതയും മാർക്കറ്റും ഉണ്ട്. 500ഓളം ആളുകൾക്ക് സ്ഥിരമായി തൊഴിൽ നൽകുന്ന ഈ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് മേലും വർഗീയ ചാപ്പ കൊത്തുവാൻ ഇത്തരം നികൃഷ്ടമായിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തുന്നവർ ശ്രമിക്കുന്നുണ്ട്. അജ്മി ഫുഡ്സ് എന്ന് പറയുന്നത് തീവ്ര മതമൗലികവാദികളുടെ പിന്തുണയുള്ള ഒരു സ്ഥാപനമാണ് എന്ന പ്രചാരണവും, അതുപോലെ തന്നെ ലവ് ജിഹാദ് പരാമർശത്തിൻ്റെ പേരിൽ പാലാ അരമനയിലേക്ക് അല്ലെങ്കിൽ കത്തോലിക്ക രൂപതയുടെ പാലായിലെ ആസ്ഥാനത്തേക്ക് മതമൗലികവാദികൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചപ്പോൾ അതിനുള്ള പ്രതിഷേധക്കാരെ എത്തിച്ചത് അജ്മിയുടെ വണ്ടിയിലാണെന്നുമുള്ള പ്രചാരണങ്ങൾ ഇവർ സജീവമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അജ്മി ഗ്രൂപ്പിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഇവിടെ സജി ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും VD സതീശൻ വർഗീയ ശക്തികൾക്ക് മുമ്പിൽ അടിയറവ് പറഞ്ഞതിൻ്റെ ഉദാഹരണമാണ് ഇതെന്നുമെല്ലാം ഇവർ വ്യക്തമാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അജ്മി ഉടമകളുടെ ആതിഥ്യ മര്യാദ അനുഭവിക്കാത്ത രാഷ്ട്രീയക്കാർ കേരളത്തിൽ തീരെയില്ല എന്നതാണ് യാഥാർത്ഥ്യം. സിനിമാ താരങ്ങളും രാഷ്ട്രീയക്കാരെ പോലെ തന്നെ അജ്മി ഉടമകളുടെ ഭവനങ്ങളിലേക്ക് എത്താറുണ്ട്. ഇവരെയെല്ലാം ഇവർ ആഘോഷപൂർവ്വം സ്വീകരിക്കാറും അതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ അജ്മിയുടെ ഭവനങ്ങളിലെത്തി അവരുടെ പിന്തുണ തേടിയിരുന്നു. കാരണം പാലാ നിയോജക മണ്ഡലത്തിലും പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലുമായി അജ്മിയുടെ ജീവനക്കാരായിട്ടുള്ള 500ഓളം പേരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും വോട്ടുകൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യം രാഷ്ട്രീയ നേതാക്കൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ജോസ് കെ മാണി മാത്രമല്ല PC ജോർജും അജ്മിക്കാരുടെ പിന്തുണ തേടി അവിടെ എത്തിയിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇത്തരം യാഥാർത്ഥ്യങ്ങളെല്ലാം ബോധപൂർവം മറച്ചു വെച്ചുകൊണ്ട് അജ്മിയുടെ സ്പോൺസർഷിപ്പിൽ മതമൗലികവാദികളുടെ വക്താവായി VD സതീശൻ സെബാസ്റ്റ്യൻ ജോസഫിനെ അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ MJയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പൂഞ്ഞാറിൽ ഇറക്കി എന്ന് പറയുന്നത് നാണം കെട്ട ഒരു പരാജയത്തിൻ്റെ ആഘാതം മറച്ചു വെക്കുവാനാണ് എന്നുള്ള വസ്തുത നാം മറന്നു പോകരുത്. അതുപോലെ പൂഞ്ഞാറിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യവും നാം തിരിച്ചറിയേണ്ടതുണ്ട്. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ തീവ്ര മതമൗലികവാദികളുടെ വക്താക്കളെന്ന് വിശ്വസിക്കപ്പെടുന്ന SDPI എന്ന സംഘടനയുടെ പിന്തുണ കിട്ടിയത് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതുപോലെ കഴിഞ്ഞ 5 വർഷക്കാലവും SDPIയുടെ പരിപൂർണ പിന്തുണ ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ MLA ആയി തുടർന്നു പോകുന്നത്. ഇത്തരത്തിൽ മതമൗലികവാദികളുടെ പിന്തുണ ആസ്വദിക്കുകയും പരാജയം ഉറപ്പുവന്ന ഘട്ടത്തിൽ മതമൗലികവാദികൾ എന്ന ചാപ്പ അവിടെയുള്ള പ്രശസ്തമായ ഒരു സ്ഥാപനത്തിനു മേലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മേലും വെച്ചുകെട്ടാൻ ശ്രമിക്കുകയും ചെയ്യുകയും അതുപോലെ തന്നെ മതമൗലികവാദികൾക്ക് കീഴടങ്ങിയ നേതാവ് എന്ന പ്രതിച്ഛായ പ്രതിപക്ഷ നേതാവ് VD സതീശനുമേൽ അടിച്ചേൽപ്പിക്കുവാനുമുള്ള ശ്രമങ്ങൾ ബോധപൂർവം നടക്കുന്നതാണ്. ഇവിടെ മറുനാടൻ മലയാളിയും വൈറ്റ് സ്വാൻ TVയും പോലുള്ള പ്രശസ്തമായിട്ടുള്ള പ്രേക്ഷകർ ധാരാളമായിട്ടുള്ള ഓൺലൈൻ വാർത്താ മാധ്യമങ്ങളാണ് ഇത്തരം പ്രചാരണങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. മറുനാടൻ ഷാജനെ പോലുള്ളവർ വളരെ ആധികാരികമായിട്ടുള്ള വിവരം എന്ന നിലയിലാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് എന്നതും ഖേദകരമാണ്. അഡ്വക്കേറ്റ് ജയശങ്കറുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ പൂഞ്ഞാർ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കവെയാണ് അജ്മിയുടെ സ്പോൺസർഷിപ്പുള്ള പേയ്മെൻറ്റ് സീറ്റിൽ അവസരം ലഭിച്ച സ്ഥാനാർത്ഥിയാണ് UDF പ്രതിനിധിയായ സജി
ജോസഫ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ എന്ന ആരോപണമാണ് മറുനാടൻ ഉന്നയിച്ചത്. അതുപോലെ തന്നെ പാലാ ബിഷപ്പിനെതിരെ ജിഹാദി ഗ്രൂപ്പുകൾ പാലാ അരമനയിലേക്ക് ലവ് ജിഹാദ് പരാമർശത്തിൽ പ്രതിഷേധിച്ച് മാർച്ച് നടത്തിയപ്പോൾ ഈ പ്രതിഷേധക്കാരെ എത്തിച്ചത് അജ്മിയുടെ വണ്ടിയിലാണ് എന്ന ആരോപണവും മറുനാടൻ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് സ്വാൻ TV എന്ന ഇടതുപക്ഷ ആഭിമുഖ്യം പുലർത്തുന്ന മറ്റൊരു ഓൺലൈൻ ചാനലും സമാനമായ ആരോപണം ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം വീഡിയോ പങ്കുവച്ചിരുന്നു. ഇതെല്ലാം ബോധപൂർവമായി പാലായുടെയും പൂഞ്ഞാറിൻ്റെയും സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുവാനും UDFൻ്റെ വിജയത്തിൻ്റെ തിളക്കം കെടുത്തുവാനും അതുപോലെ തന്നെ നിലപാടുകളുടെ രാജകുമാരനായിട്ടുള്ള മതമൗലികവാദികളുടെയും വർഗീയ സംഘടനകളുടെയും തിണ്ണ നിരങ്ങി തനിക്ക് തിരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ട കാര്യമില്ല എന്ന് അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവിനെയും താറടിച്ച് കാട്ടുവാനുള്ള ശ്രമങ്ങളാണ്. ഈ ശ്രമങ്ങളൊക്കെയും പ്രബുദ്ധരായ മലയാളികൾ തിരിച്ചറിയുമെന്ന പ്രത്യാശയോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.